വിളിച്ചെന്ന് ഒരു രാജ്യത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർ എത്ര പേരുണ്ട് സാർ? ഇത് പാർട്ടി ക്ലാസ്സുകളിൽ നേതാക്കന്മാർ ഇപ്പോഴും ചോദിക്കണം നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വായിക്കണം, ബഹളം ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. ഞാനൊരു സ്വതന്ത്രനായ ഒരു ജനകീയ MLA ആണ്. ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പഠിപ്പിച്ചത് മഹാനായ ലെനിനാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ് എന്ന. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം. ആ ലെനിന്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചുപോയി, 2 സ്റ്റെപ്പ് പുറന്നോട്ട് വെക്കണം. ആ മഞ്ഞക്കുറ്റി ഇപ്പം നാട്ടുകാർ ഊരിയില്ലേ? അതിന് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആലോചിക്കാതെ കാണിച്ച വേണ്ടാദിനമാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് പോലും, അന്ന് ഞാൻ പാർട്ടിക്കകത്തുള്ള ആളാണ്, ആർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ അടുക്കളയിൽ കൊണ്ടിടുക. ഒരു സ്ത്രീയെ, ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്, സഹിച്ചറിയാരുടെ വീടിനടുത്തുള്ള ലേഡിയാണ്. അവരാണ് സഹിച്ചറിയാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അവരുടെ വീടിനടുത്തെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവരെ കാലിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കാണിച്ചു. സാർ, ഇങ്ങനെയൊക്കെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുത്തില്ല തിരികെ. അങ്ങനെ ഒരു ഗവൺമെന്റ് തിരിച്ചു വരില്ല. അത് ലോകത്തിന്റെ ചരിത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1 സ്റ്റെപ്പ് ഫോർവേഡ്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. ആ സ്റ്റെപ്പ് ശരിയല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പുറത്തോട്ട് വെക്കണം. അത് എല്ലാ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാർ, ഇവിടെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പൊതുജനാരോഗ്യ സംവിധാനം, ഊർജ്ജസ്വലമായ സാംസ്കാരിക ധാർമ്മികത, പ്രബുദ്ധമായ സമൂഹം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് അത് താഴ്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പറയുന്നുണ്ട്. സാർ, താഴ്ചയുടെ ലക്ഷണമല്ല, അത് പാതാളത്തോളം താന്നിരിക്കുകയാണ് കേരളത്തെ. അതിവിടുത്തെ തത്വചിന്തകന്മാരും ബുദ്ധിജീവികളും മനസ്സിലാക്കുന്നില്ല. കാരണം ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയമായ പാർട്ടികളുടെ കാല് തക്കി എന്തെങ്കിലും കാര്യം സാധിക്കാൻ നടക്കുന്നില്ല. അവർ ചിന്തിക്കുന്നില്ല. ചിന്തകന്മാരുണ്ട്. സുകുമാരൻ അഴീക്കോണപ്പിള്ളവരിപ്പോൾ ഉണ്ടോ? സാനുമാസ്റ്റർ പോലുള്ളവരുണ്ടോ? ഇപ്പോൾ ഇവരാരും ഇപ്പം ഇല്ലല്ലോ. അതെല്ലാം ഞങ്ങളെല്ലാം ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് ബഹുമാനിച്ചിരുന്നവരാണ് അവരെ എല്ലാവരെയും. അപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, മഹാനായിട്ടുള്ള നമ്മുടെ കവി അതായത് പ്രസാദ് പറഞ്ഞല്ലോ, വയലാറിന്റെ സന്തതിയായ വയലാർ രാമവർമ്മയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീള തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ. വിദ്യാർത്ഥികളെ പറ്റിയാണ്, യുവതലമുറയെ പറ്റിയാണ്. അങ്ങനെ യുവതലമുറയുണ്ടോ ഇപ്പോൾ ഇവിടെ? ഈ കേരളത്തിലെ കലാലയങ്ങൾ അങ്ങനെ യുവതലമുറയുണ്ടോ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ സഹപാഠിയല്ലായിരുന്നു ലോ കോളേജിലെ. ബാലഗോപാൽ പഠിച്ച കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? എവിടെ? കഞ്ചാവും ചരസും അടിച്ച് ഒരു ഭാഗം നശിക്കുകയാണ്.